നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും 4ാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു. ബിഗ് ബോസിന് ശേഷം റോബിൻ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. വിവാദവും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. പിന്നാലെയാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത്. റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാവുകയായിരുന്നു. ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരതിയും കണ്ടുമുട്ടുന്നത് ഈ അഭിമുഖത്തിനിടയിലാണ്. ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലാകുകയും വിവാഹത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തുകയായിരുന്നു. ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ഇരുവരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടാളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായി ഇൻസ്റ്റാഗ്രാമിലൂടെ ആരതിയുടെയും റോബിന്റെയും സുഹൃത്ത് പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത്. അവസാനം വരെ കാണുക, ട്വിസ്റ്റ് ഉണ്ട്, അതോടെ കൂടി പരിപാടികൾ അവസാനിച്ചിരുന്നു, എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. വിവാഹത്തിന് മുന്നോടിയായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. പഠിച്ച ഡാൻസ് വിവാഹവേദിയിൽ മറ്റുമൊക്കെയായി കളിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോബിനെയും ആരതിയെയും വീട്ടിൽ കയറ്റിയതിനു ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ തിരിച്ചു പോകുന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലുമായി. ഇവരെ കാണാൻ റോബിനും ആരതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ച് കിടന്നു. ഡോക്ടർ റോബിന് ഇത് എന്ത് പറ്റി? അവർക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഡോക്ടറിന്റെ ബോധം പോയോ? റോബിനാണോ ആക്സിഡന്റ് ആയത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിവാഹം കഴിച്ചതിന്റെ കണ്ണേറ് കിട്ടിയതാവും, എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും എന്നിങ്ങനെയാണ് കമന്റുകൾ. എന്നാൽ റോബിന് ഫുഡ് പോയ്സണിംഗ് ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പമൊന്നുമില്ലെന്നുമാണ് ചില കമന്റുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഫെബ്രുവരി 17-നായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹം നടത്തിയത്. അതിനു മുൻപ് പ്രീ വെഡിംഗ് പരിപാടികളും വിവാഹത്തിനു ശേഷം മറ്റു പല ആഘോഷങ്ങളും നടത്തി. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. വധുവിന്റെ വീട്ടുകാർ റോബിന് ആഡംബര കാറും ആഭരണങ്ങളും എല്ലാം സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു. എന്നാൽ അതിൽ ഒന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയാണ് റോബിന്റെ വിവാഹമെന്നുമാണ് താരം തന്നെ പറഞ്ഞത്. വിവാഹശേഷം 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 വർഷം കൊണ്ടും ഇരുവരും ചേർന്ന് 27-ലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും. അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും നടത്തി കഴിഞ്ഞു. മാസങ്ങൾ ഇടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ. ആദ്യത്തെ യാത്ര അസർബൈജാനിലേക്കായിരിക്കും. ഫ്രീ ട്രിപ്പാണെന്നും റോബിൻ പറഞ്ഞിരുന്നു. വിവാഹത്തിനു ശേഷമുള്ള അവസാനത്തെ റിസപ്ഷനും കഴിഞ്ഞിരിക്കുകയാണ്. റിസപ്ഷനു ശേഷം സംസാരിക്കുന്നതിനിടെ റോബിൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഇരുവരും കൂടി ട്രിപ്പ് പോയ ഒരു സംഭവവും പറഞ്ഞിരുന്നു. വൈശാഖ് എന്നാണ് റോബിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. തനിക്ക് ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ, അത് വൈശാഖ് ആണെന്ന് പറഞ്ഞിരുന്നു. ആരതിക്കൊപ്പം ട്രിപ്പ് പോകുന്ന കാര്യം പറയുന്നതിനിടെയാണ് വൈശാഖിനൊപ്പം ട്രിപ്പ് പോയ കാര്യം പറയുന്നത്. താൻ ആണെങ്കിലും റോബിനാണെങ്കിലും അങ്ങനെ കുറെ ട്രിപ്പൊന്നും പോയിട്ടില്ല. റോബിൻ ചേട്ടൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ട്രിപ്പ് പോയി എന്ന് പറഞ്ഞപ്പോഴാണ് വൈശാഖിനൊപ്പം പോയ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞത്. ഞാനും ഇവര് 9 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് പൊന്മുടിയിൽ ഒറ്റ പ്രാവശ്യം. അതെന്റെ ഒരു ബ്രേക്കപ്പിന്റെ സമയത്ത് പോയത് എന്നാണ് റോബിൻ പറയുന്നത്. ഏത് ബ്രേക്കപ്പിന്റെ സമയത്ത് ആരതി റോബിനോട് ചോദിക്കുന്നുണ്ട്. അത് പറയില്ലെന്ന് റോബിൻ ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു.